ഉസ്താദ് ഇവിടെ ആത്മീയ പ്രയാണത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ആത്മീയ പ്രയാണത്തിന് ഒരു അവസാനം, ഒരു അറ്റം ഉണ്ടോ? അസൈറു ഇലല്ല എന്ന് പറയുന്ന ഈ ആത്മീയ പ്രയാണം, അള്ളാഹുവിലേക്കുള്ളതായി പ്രയാണം, ഇതാണ് തുരീഖത്ത് എന്ന് പറയുന്നത്. ഈ പ്രയാണത്തിന് അവസാനമുണ്ട്. ഇത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നതോടുകൂടെ അവസാനിക്കുന്നു. പറഞ്ഞതുപോലെ അല്ല, മഹാത്മാക്കൾ പറയുന്നത് കാണാം, ഈ വഴിയിൽ കടന്നയാളിന് അറിയപ്പെട്ട ചില മൻസിലകളുണ്ട്. സാലിഖു വാഹിദത്തുൻ ബഅദ വാഹിദത്തുൻ, സാലിഖ് ഓരോന്നോരോന്നായിട്ട് ഓരോ മക്കാമുകൾ അല്ലെങ്കിൽ ഓരോ മൻസിലകൾ കുറിച്ച് അടുത്തതിലേക്ക് എന്ത് ചെയ്യും? പ്രവേശിക്കും. ഇലാ യസ്ല ഇലാ ആഖിരിഹ, അവസാനത്തെ മൻസിലയിൽ എത്തുന്നത് വരെ. സുലൂക്ക്, അവസാനം എത്തി കഴിഞ്ഞാൽ അതോടുകൂടെ സുലൂക്ക് എന്ത് ചെയ്യും? അവസാനിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അസൈറു ഫില്ല എന്നുള്ള ഒരു പ്രയാണം ഉണ്ട്. അസൈറു ഫില്ല എന്നുള്ളതിന് അവസാനം ഉണ്ടോ? അസൈറു ഫില്ല പിന്നെ അള്ളാഹുവിൽ, അവന്റെ ഹദറത്തിലുള്ള പ്രയാണമാണ്. ഈ പ്രയാണത്തിന് അവസാനം ഇല്ല എന്നാണ് പറയുന്നത്. ഈ പ്രയാണത്തിന് അറ്റമില്ല. പിന്നെ അവൻ മരണപ്പെട്ട് കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞാലും, സാലിക്ക് മരിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ വാസില്, സാലിക്കല്ല, ഈ ലക്ഷ്യത്തിലെത്തിയ ആള് വാസിലാണ്, ആരിഫു വാസിൽ എന്നൊക്കെ, അവർ എത്തിക്കഴിഞ്ഞാലും അവരുടെ ഈ പ്രയാണം തുടർന്നു കൊണ്ടിരിക്കുന്നതാണ്. അതിന് അവസാനമില്ല. മഹാനായ ഷെയ്ഖ് സാദ റഹ്മഹുല്ല പറയുന്നത് കാണാം, മറാത്തിബു സൈരിഹി തന്തഹി ഇലാ മഖാമിൽ മുആയനത്തി, ഇവന്റെ സൈർ, ഈ പ്രയാണം, അതിന്റെ മർത്തബകൾ, അതിന്റെ പദവികൾ മുആയനത്തിന്റെ മക്കാമിലേക്ക് അത് അവസാനിക്കും. നേരിട്ടുള്ള ദർശനം, അള്ളാഹുവിനെ ദർശിക്കുക. ബാദങ്കിത്തായി സൈരിഹി ഇലൈഹി തആല, അള്ളാഹുവിലേക്കുള്ളതായ അവന്റെ സൈർ, പ്രയാണം അവസാനിച്ചതിന് ശേഷം യബ്തദിഉ സൈറ ഫില്ല, അള്ളാഹുവിലുള്ളതായ പ്രയാണം അവൻ ആരംഭിക്കും. വഹുവ ലാ യൻഖത്യു അബദൻ വലാ യതനാഹ, അതൊരിക്കലും നിലയ്ക്കുകയില്ല, ഒരിക്കലും അവസാനിക്കുകയില്ല ആ പ്രയാണം. ഹാഷിയത്തുൽ ബൈളാവി ഷെയ്ഖ് സാദയില് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് ഇവിടെ ത്വരീഖത്ത് എന്താണെന്ന് വിശദീകരിച്ചു. അപ്പൊ ഈ ത്വരീഖത്ത് എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമാണോ? ഇപ്പൊ ത്വരീഖത്ത് എന്താണെന്ന് വിശദീകരിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, ഇതെല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. ഇതെല്ലാവർക്കും എന്തില്ല, കഴിയുകയില്ല. അല്ലാഹു തആല ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്ആഹ, ഓരോ നഫ്സിനോടും അതിന് കഴിവുള്ളതല്ലാതെ അല്ലാഹു തആല കൽപ്പിക്കുന്നില്ല. ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് കഴിയുന്ന നിലയ്ക്ക് നിങ്ങൾ തഖ്വ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാവർക്കും എന്തില്ല, നിർബന്ധമില്ല. അതുകൊണ്ടാണ് അവിടെ നമ്മൾ എന്താണ് സാലിക്കിനെ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട സീറ എന്ന് പറഞ്ഞു. എല്ലാവർക്കും കഴിയില്ല. അപ്പോ എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞെന്താണ്, ഈ മൻസിലകൾ മുറിച്ചു കടക്കുക, മഖാമുകളിലേക്ക് എന്താണ് കയറുക. പിന്നെ ആത്മീയമായിട്ട് ശക്തിയുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. അതിന്റെ ഇത് ഈ പറഞ്ഞ ഈ സൈറ്, അതിനാണല്ലോ അസൈറു ഇലല്ല, ഇതിനാണല്ലോ ത്വരീഖത്ത് എന്ന് പറയുന്നത്. ഈ സൈറു ഇലല്ല എന്ന് പറയണമെങ്കിൽ അതിന്റെ ചവിട്ടുപടി നമ്മൾ നേരത്തെ പറഞ്ഞു. ത്വരീഖത്തിന്റെ പ്രവർത്തനങ്ങൾ, ഉസ്ലത്ത്, സുഹുദ്, മുജാഹദ, റിയാദ, അഹ്വത്ത്, വറഅ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രമേ തബത്തുൽ ദിക്റിലായിട്ട് മുഴുക. അങ്ങനെ ഒരു മനുഷ്യൻ ഇരിക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആത്മീയമായിട്ട് അവന് മുന്നോട്ട്, അതായത് ആത്മീയ വഴിയിൽ, ആത്മീയ ലോകത്ത്, ഈ ഇരുളിന്റെ ലോകത്ത് നിന്ന് പ്രകാശത്തിന്റെ ലോകത്തേക്ക്, ആത്മീയ ലോകത്തേക്ക് അവന്റെ ആത്മാവ് സഞ്ചരിക്കുകയുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലായി ഇത് എല്ലാവർക്കും എന്തല്ല, സാധിക്കുന്ന കാര്യമല്ല, പ്രത്യേകം ചില ആളുകൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ ഈ ശറഈയായ നിയമങ്ങൾ എല്ലാ മുസ്ലിമീങ്ങൾക്കും ഒരുപോലെ ബാധകമാണല്ലോ, എല്ലാവർക്കും തുല്യമല്ലേ? ചിലർക്ക് നിർബന്ധം, ചിലർക്ക് നിർബന്ധം അല്ല എന്നിങ്ങനെ വരത്തില്ലല്ലോ. അങ്ങനെയുണ്ട്. എല്ലാവർക്കും ശറഈയായ നിയമങ്ങൾ എല്ലാവർക്കും തുല്യമല്ല. ഓരോ മനുഷ്യരുടെയും അവസ്ഥ അനുസരിച്ചാണ്. ഇപ്പോ വിവാഹത്തിന്റെ കാര്യം തന്നെ, ചിലർക്ക് പൊതുവെ വിവാഹം കഴിക്കൽ സുന്നത്താണ്, തായിക്കിന്, അതിന് കഴിവുള്ള ആൾ. എന്നാൽ
ചിലർക്ക് എന്താണത് കറാഹത്തായിട്ട് വരുന്നുണ്ട്, ചിലർക്ക് വിവാഹം കഴിക്കൽ ഹറാമായിട്ട് വരുന്നുണ്ട്. ചില ഇമാമിയങ്ങൾ പറഞ്ഞതനുസരിച്ച് ചിലർക്ക് വിവാഹം നിർബന്ധമായിട്ടും വരുന്നു. മഹാനായ ഇമാം റബ്ലി തങ്ങളൊക്കെ പറയുന്നതിനനുസരിച്ച് ഒരാള് വലിയ തെറ്റിലേക്ക് പോകുമെന്ന് കണ്ടാൽ അയാൾക്ക് എന്താണ് വിവാഹം കഴിക്കൽ നിർബന്ധമാണെന്ന് വരെ പറയുന്ന ഇമാമിങ്ങളുണ്ട്. അപ്പോ എല്ലാവർക്കും എന്തല്ല, അപ്പൊ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്തേ ഉള്ളൂ, ചിലരെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാണ്. സാലിക്കീങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം ഇതവർക്ക് നിർബന്ധമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാതെ. ഇതല്ലാതെ ഈ വഴിയിലൂടെ അല്ലാതെ ഈ പ്രവർത്തനങ്ങൾ നടത്താതെ അവർക്ക് ഒരിക്കലും എന്തില്ല ഹഖീഖത്തിൽ എത്താൻ കഴിയില്ല. അതുകൊണ്ട് അവർക്കത് നിർബന്ധമാണ്, മറ്റുള്ളവർക്ക് എന്തല്ല അത് നിർബന്ധമില്ല. ഭൗതിക ലോകത്ത് ആളുകൾ, സാധാരണ ആളുകളുണ്ട്, വിശിഷ്ടമായ VIP-കളുണ്ട്, പബ്ലിക് VIP, അങ്ങനെ രണ്ട് തരം ആളുകളാണല്ലോ, സാധാരണക്കാരും പ്രത്യേകക്കാരും. അപ്പോ പൊതുവായിട്ടുള്ള നിയമങ്ങളൊക്കെ എല്ലാവർക്കും ബാധകമായി. എന്നാൽ ഈ VIP-കൾക്ക് ചില പ്രത്യേകമായ നിയമങ്ങളുണ്ട്, ചില പ്രത്യേകമായ കടമകൾ, കർത്തവ്യങ്ങളുണ്ട്. ഒരു സാധാരണ പൗരനുള്ള കർത്തവ്യവും നിയമവും അല്ല ഒരു മന്ത്രിക്കുള്ളത്. മന്ത്രിക്ക് കൂടുതൽ ബാധ്യതകളുണ്ട്, അധിക ബാധ്യതകൾ, അല്ലേ? അതുപോലെ ഒരു പട്ടാളക്കാരൻ, അയാൾക്ക് പ്രത്യേകമായ ചിട്ടകളുണ്ട്. അയാളുടെ പട്ടാളക്കാരനാണെന്നുണ്ടെങ്കിൽ ആ ചിട്ട അയാൾക്ക് നിർബന്ധമാണ്. അതെല്ലാവർക്കും നിർബന്ധമല്ല. പൊതുവായ നിയമങ്ങളിൽ അയാളും എന്താണ് ഈ മറ്റുള്ളവരുമായിട്ട് അയാൾ തുല്യനാണ്. ഈ പ്രത്യേകമായ കാര്യങ്ങളിൽ അയാൾക്കത് നിർബന്ധമാണ് എന്നതുപോലെ ആത്മീയ മേഖലയിലും അവാമുൽ മുസ്ലിമുണ്ട്, ഹവാസുൽ മുസ്ലിമുണ്ട്. നമ്മൾ പബ്ലിക്കും VIP എന്ന് പറഞ്ഞതുപോലെ ഈ ശരീഅത്തിന്റെ ഒക്കെ ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ എല്ലാവർക്കും ബാധകമാണ്. പക്ഷെ ഈ ഹവാസുൽ മുസ്ലിമീൻ, ഈ VIP-കൾ, പ്രത്യേകക്കാർ, അവർക്കെന്തുണ്ട് അതിനേക്കാളും കൂടുതൽ ബാധ്യതകൾ, കൂടുതൽ കർക്കശമായ ചില ചിട്ടകളൊക്കെ ഉണ്ട്. അതെന്തിനു വേണ്ടിയാണ്? അവിടെ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ അത് കൂടിയേ പറ്റുള്ളൂ, അതില്ലാതെ നടക്കൂല. പട്ടാളക്കാരന് അവന് ശത്രുക്കളോടൊക്കെ യുദ്ധം ചെയ്ത് വിജയിക്കണമെങ്കിൽ ആ പ്രത്യേകമായ ചിട്ടകൾ അവരനുഷ്ഠിച്ചേ മതിയാവുള്ളൂ. എന്നതുപോലെ ഇവർക്കൊന്നുണ്ട്, ചില പ്രത്യേകമായ ചിട്ടകൾ ഉണ്ട്. ഇബ്നു അജീബ റഹിമഹുല്ല ഇഖാദുൽ ഹിമം എന്ന കിതാബില് അവിടെ നിന്ന് പറയുന്നത് കാണാം, കസമത്തിൻ നാസു അലാ ഖിസ്മൈനി, ജനങ്ങൾ രണ്ട് വിഭാഗം. ഫമിൻഹും മൻ വലബത്ത് ബശരീയത്തുഹും അലാ റൂഹാനിയത്തുഹും. ഒന്നാമത്തെ വിഭാഗം അവിടെ ശാരീരിക ശക്തി ആത്മീയ ശക്തിയേക്കാൾ മികച്ചു നിൽക്കുന്നത്. ശരീരശക്തിയാണ് മികച്ചു നിൽക്കുന്നത്, ആത്മീയ ശക്തി കുറവാണ്. മുൽക്കുഹും അല മലക്കൂത്തിഹിം, അവരുടെ ഭൗതിക ലോകം മലക്കൂത്തിന്, ആത്മീയ ലോകത്തിന് മികച്ചു നിൽക്കുന്നു. ഭൗതിക ലോകവുമായിട്ടാണ് അവർക്ക് കൂടുതൽ ബന്ധം. അവരുടെ നഫ്സ്, അവരുടെ ആത്മാവ് ഭൗതിക ലോകവുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. ളുൽമത്തുഹും അലാ നൂരിഹിം, അവരുടെ ഇരുള് അവരുടെ പ്രകാശത്തിന് മികച്ചു നിൽക്കുകയാണ്. ളുൽമത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഭൗതിക ലോകം, ഇത് ഇരുളിന്റെ ലോകം എന്നാണ് സൂഫിയാക്കൾ പറയുന്നത്. അതിന് മികച്ചു നിൽക്കുന്നു. അഖ്വാൻ, അപ്പൊ അവര് ഈ ഭൗതിക ലോകത്തിന്റെ ഇരുളിൽ ശേഷിച്ചു. അവർ ദർശനത്തിനെ തൊട്ടും നേർക്കാഴ്ചയെ തൊട്ടും തടയപ്പെട്ടവരാവുകയും ചെയ്യും. അവർക്കത് സാധ്യമല്ല, കഴിയുകയില്ല. വഹും അവാമുൽ മുസ്ലിമീൻ, അവർ സാധാരണക്കാരായ മുസ്ലിമീങ്ങളാണ്. അവരോട് അതേ ഉള്ളൂ, കൽപ്പനയുള്ളൂ. മിൻഹും, രണ്ടാമത്തെ വിഭാഗം, അവരിൽപ്പെട്ടവരാണ് മൻ വലബത്ത് റൂഹാനിയത്തുഹും അലാ ബശരിയത്തിഹും, അവരുടെ ആത്മീയ ശക്തി ശാരീരിക ശക്തിയേക്കാൾ മികച്ചു നിൽക്കുന്നതാണ്. നൂറുഹും അലാ ദുൽമത്തിഹിം, അവരുടെ പ്രകാശം അവരുടെ ഇരുളിനേക്കാൾ മികച്ചു നിൽക്കുന്നു. മലക്കൂത്തുഹും അലാ മുൽക്കിഹിം, അവരുടെ ആത്മീയ ലോകം ഭൗതിക ലോകത്തിനേക്കാൾ മികച്ചു നിൽക്കുന്നു. വഹുമുൽ ഹവാസ്, അവര് ഹവാസുകളാണ്, പ്രത്യേകക്കാരാണ്, VIP-കളാണ്. അൽ ആരിഫൂന, ആരിഫീങ്ങളാണ്, അനുഭവ ജ്ഞാനമുള്ള ആരിഫീങ്ങളാണ്.
അസ്സായിറൂന ഇലൈഹി, അള്ളാഹുവിലേക്ക് പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്തുകൊണ്ടിട്ട്? ബി മുജാഹദത്തി നുഫൂസിഹിം ഫി മൈദാനിൽ ഹർബി, യുദ്ധക്കളത്തിൽ അവരുടെ സ്വന്തം നഫ്സുകളോട് യുദ്ധം ചെയ്തുകൊണ്ട്, സ്വന്തം നഫ്സുകളോട് പോർക്കളത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവർ ഹവാസുകളാണ്. അപ്പൊ അവർക്ക് പ്രത്യേക നിയമങ്ങളുണ്ട്. അപ്പോ ചുരുക്കത്തിൽ ഈ പറഞ്ഞ വിശദീകരണത്തിൽ നിന്ന് എന്ത് മനസ്സിലായി? ത്വരീഖത്ത് എന്താണെന്ന് ചെറിയ രൂപത്തിൽ മനസ്സിലായല്ലോ. ത്വരീഖത്ത് എന്താണെന്ന് ചെറിയ രൂപത്തിൽ മനസ്സിലായി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, യഅരിഫുൽ ഹഖ തഅരിഫ് അഹ്ലഹു. ത്വരീഖത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ വക്താക്കൾ ആരാണെന്ന് മനസ്സിലാവും.